ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്ത് വില കൊടുത്ത് നമ്പീശൻ വാങ്ങണം. ഡോക്ടർ ചിന്താമണി ഹോസ്പിറ്റലിൽ ഇല്ലേ? ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഡോക്ടറെയും കണ്ടു. എനിക്കത് നേരിൽ കണ്ട് ബോധ്യപ്പെടണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. നമ്പീശൻ അതുമായിട്ടേ വരാവൂ. ഞാൻ ഏറ്റുമോളെ. നമ്പീശനേറ്റ അതിന് മാറ്റമില്ല എന്ന് മോക്കറിഞ്ഞൂടെ? നമ്പീശനോടാണ് സംസാരിച്ചത്? അതെ, നമ്പീശൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. സ്വാതിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ചിന്താമണി പറഞ്ഞത് തന്നെയാ നമ്പീശനും പറഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വാതിയുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇപ്പോഴും പ്രഭാചന്ദ്രൻ അതിനോട് പ്രതികരിച്ചിട്ടില്ലത്രേ. എന്തായാളുടെ നീക്കമൊന്നും അറിയില്ല. സ്റ്റേറ്റ്സിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവിടെ സ്വാതിയെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടേഴ്സും ആ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത്. പിന്നെ പ്രഭാചന്ദ്രൻ കാണിക്കുന്ന മൗനത്തിന്റെ അർത്ഥം എന്താ? എങ്കിലും അവസാന കച്ചിത്തുരുമ്പ് തേടി പോകാതിരിക്കോ? വല്ല ആയുർവേദ ട്രീറ്റ്മെന്റും പ്രഭാചന്ദ്രൻ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലോ? ഈ ഹോസ്പിറ്റലുമായി അയാൾ പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ലെന്നാ അറിഞ്ഞത്. മാഡത്തിന്റെ ആ നിഗമനം സത്യമാണെന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നടത്തിയ ആ ചലഞ്ച് പ്രഭാചന്ദ്രനും സ്വാതിയും കൂടി അറിഞ്ഞിട്ട് തന്നെയാ. കാലുകൾ മുറിക്കാൻ പറഞ്ഞ പെണ്ണിന്റെ വിവാഹ മുഹൂർത്തം നോക്കാൻ എന്ത് ധൈര്യത്തിൽ അവർ തീരുമാനമെടുത്തത്? അലോപ്പതി പരാജയപ്പെടുമ്പോഴാണല്ലോ ഇത്തരം കേസുകളിൽ ആയുർവേദം കൂടി പരീക്ഷിക്കാൻ പുറപ്പെടുന്നത്. ലക്ഷ്മി അത്ര ഉറപ്പായി പറയണമെങ്കിൽ സ്വാതിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്ന് ഏതെങ്കിലും നാട്ടുവൈദ്യൻ വാക്കു പറഞ്ഞു കാണും. അതില് വിശ്വസിച്ച അവരിപ്പോ കഴിയുന്നത്. പ്രഭാചന്ദ്രനും കുടുംബവും മംഗലശ്ശേരി വിട്ട് ചന്ദ്രകാന്തത്തിൽ പോയത് തന്നെ ആ ഉദ്ദേശം മനസ്സിൽ വെച്ച. അവരെവിടേക്കാ ട്രീറ്റ്മെന്റിന് പോകുന്നതെന്ന് എനിക്കറിയണം. അതൊരു പരീക്ഷണം മാത്രമാവും. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അതിനു മുമ്പ് ലക്ഷ്മിയുടെ കാര്യത്തില് അന്തിമ വിധി നടപ്പിലാക്കണം. ലക്ഷ്മി കൊല്ലപ്പെട്ടാൽ അവിടെ തീരും സ്വാതിയുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്. സഞ്ജുവിന്റെ താലിയ ലക്ഷ്മിയുടെ കഴുത്തിലുള്ളതെന്ന് അറിഞ്ഞ ആ നിമിഷം ആദ്യം അവസാനിപ്പിക്കേണ്ടത് ലക്ഷ്മിയായിരുന്നു. അവിടെ നമുക്കൊരു പിഴവ് പറ്റി. മൈ ഗോഡ്, ഞാൻ എന്തായി കേൾക്കുന്നേ? അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്നോ? ഞാൻ അവളെ ഒഴിവാക്കാൻ കാരണമുണ്ട്. മംഗലശ്ശേരിക്കാർക്ക് ആ സത്യം അറിയില്ല. ലക്ഷ്മി കൊല്ലപ്പെട്ടാൽ വീട്ടിൽ നിന്നൊരു പെണ്ണ് മരിച്ചുപോയെന്നല്ലേ അവര് കരുതൂ. സ്വാതിയെ ടാർഗറ്റ് ചെയ്തപ്പോ മംഗലശ്ശേരി അത് ഉലച്ചു കളഞ്ഞില്ലേ? അവൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാ. ഒരു വേലക്കാരിയുടെ സ്പേസിൽ നിന്ന് ഒരു മരുമകളുടെ കടമകളാ അവളിപ്പോ ചെയ്യുന്നത്. ഇനി വീഴേണ്ടത് അവള് തന്നെയാ. അല്ലെങ്കിൽ മല്ലിക പറഞ്ഞതുപോലെ കതിർ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് ആ പെണ്ണിന്റെ മുന്നിൽ തല കുമ്പിടേണ്ടി വരും. പിന്നെ ചന്ദ്രവർമ്മയുടെ മുന്നിലേക്ക് പോകാൻ എനിക്കാവില്ല. അച്ഛനും ഗിരിയേട്ടനും പോയ വഴിയെ എനിക്കും പോകേണ്ടി വരും. മാഡം, ഇങ്ങനൊന്നും പറയരുത്. മാണിക്യമംഗലം ഞാൻ എന്റെ പേരിലേക്ക് വാങ്ങിയത് അങ്ങനൊരു വിധിയെ കാത്തിരിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് കരുതേണ്ടി വരും. എന്റെ മോളുടെ കല്യാണം മുടങ്ങിയ അവിടുത്തെ ഒരു കഴുക്കോലിൽ ഗൗരി നന്ദനയും അവസാനിക്കും. മംഗലശ്ശേരിക്കാർ വീണ്ടും ജയിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരു പൂ വെറുത്തെടുക്കുന്നത് പോലെ ആ പെണ്ണിനെ തീർത്ത് കളയാവുന്നതേ ഉള്ളൂ. നീ പൊയ്ക്കോ. അല്പനേരം എനിക്കൊന്ന് തനിച്ചിരിക്കണം.
സഞ്ജുവിന്റെ താലിയ ലക്ഷ്മിയുടെ കഴുത്തിലുള്ളതെന്ന് അറിഞ്ഞ ആ നിമിഷം ആദ്യം അവസാനിപ്പിക്കേണ്ടത് ലക്ഷ്മിയായിരുന്നു. മോള് ഇവിടെ ഒന്ന് നിൽക്കുകയാണോ? അയ്യോ, സങ്കടപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത്? ആഗ്രഹിച്ച വിവാഹം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷല്ലേ ഈ മുഖത്ത് കാണേണ്ടത്? എന്റെ ഏത് പ്രശ്നങ്ങളും ഞാൻ മല്ലികാന്റിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരായുടെ സ്ഥാനം അല്ല ഞാൻ തന്നത്. എന്നിട്ടും മല്ലികാന്റി ആ രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ആരാ അമ്മു എന്ന ലക്ഷ്മി? മംഗലശ്ശേരിയിലെ അടുക്കളക്കാരി പെണ്ണെന്ന് കേട്ടവള്, സ്വാതി അനിയത്തിയായി കൂടെ കൊണ്ട് നടക്കുന്നവള്, ഇപ്പൊ അറിയുന്നു അവള് സഞ്ജു താലി കെട്ടിയ പെണ്ണാണെന്ന്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ മാത്രമല്ല, സ്വാതിയും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മോളെ, ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. ലക്ഷ്മിയുടെ കല്യാണ വിവരങ്ങളൊക്കെ മോള് തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞതല്ലേ. സഞ്ജു അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മോളെ ഈ വിവരം അറിയിക്കില്ലേ? അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ സഞ്ജുവിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്കും സഞ്ജുവിനും ഇടയ്ക്ക് സ്വാതി മാത്രമേ തടസ്സമായിട്ടുള്ളൂ എന്ന് ഞാൻ കരുതിയത്. പക്ഷെ എന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിബന്ധം ഇപ്പൊ അമ്മുവാ. സഞ്ജു സ്വാതിയെ സ്നേഹിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അമ്മുവിന്റെ ഭർത്താവാ സഞ്ജു. മോളെ, ആ കല്യാണത്തെ പറ്റി മോളുടെ മമ്മി വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാ. ഒരാപത്ഘട്ടത്തിൽ നിന്ന് അമ്മൂനെ രക്ഷിക്കാനാ സഞ്ജു അങ്ങനെ ഒരു താലികെട്ടിന് തയ്യാറായത്. അത് മാത്രമാണെങ്കിൽ അവൾ ഇങ്ങനെ മംഗലശ്ശേരിയിലെത്തി. അത് സ്വാതി വഴിയല്ലേ? അവള് സ്വാതിയുമായി സൗഹൃദം സ്ഥാപിച്ചു. അതുവഴി അവള് മംഗലശ്ശേരിയിൽ കയറി പറ്റിയത്. സഞ്ജുവിന് ആ പെണ്ണുമായി രഹസ്യബന്ധമുണ്ടെന്ന് മോള് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ സ്വാതി ഇല്ലാതെ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് പിടിവാശിയുമായി സഞ്ജു വീട്ടുകാർക്ക് മുമ്പിൽ നിൽക്കില്ലായിരുന്നു. പ്രഭാചന്ദ്രൻ തന്നെ പറഞ്ഞല്ലേ സഞ്ജു അമ്മുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന്. ആ സംസാരം പുറത്തു നിന്ന് മോള് കേട്ടതുവാ. എന്താ മോളുടെ തീരുമാനം? കല്യാണം വേണ്ടാന്ന് വെക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് മോള് മമ്മിയോട് പറഞ്ഞാ മതി. ഒരിക്കലുമില്ല. എനിക്ക് ഈ അറിവ് സഞ്ജുവിന്റെ മേലുള്ള ഒരു കടിഞ്ഞാണാണ്. താൻ അത്ര കേമനല്ലെന്ന് സഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ ഇതിൽ കൂടുതൽ എന്ത് വേണം മല്ലികാന്റി? സ്വാതിയോടുള്ള വിശുദ്ധ പ്രണയത്തിന്റെ കഥ പറയാൻ തുടങ്ങുന്ന സഞ്ജുവിന്റെ നാവടക്കം ഞാൻ. ഇപ്പോഴാ ശരിക്കും മമ്മിയുടെ മോളായത്. എന്റെ മുന്നിൽ സഞ്ജുവിന് പിന്നീട് എന്ത് വിലയുള്ളത്? സഞ്ജുവിനേക്കാൾ 2 പടി മുകളിൽ ഞാൻ നിൽക്കും. ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ആ പ്രണയം സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷെ സഞ്ജുവോ, ഒരു പെണ്ണ് മനസ്സിലുള്ളപ്പോ തന്നെ കളിയായിട്ടാണെങ്കിലും മറ്റൊരുത്തിയെ താലി കെട്ടാൻ തയ്യാറായി. എന്റെ ഒരു ചോദ്യത്തിനും സഞ്ജുവിന് ഉത്തരം ഉണ്ടാവില്ല. ഈ സത്യം മംഗലശ്ശേരിയിലുള്ളവരറിഞ്ഞ അതെനിക്ക് ഗുണകരമാവോന്ന് ആലോചിക്കണം. മല്ലികാന്റി എന്ത് പറയുന്നു? അതിപ്പോ വേണ്ട മോളെ. കല്യാണം കഴിയുന്നതുവരെ അവിടെ ആരും ഈ രഹസ്യം അറിയാൻ പാടില്ല. അറിയുന്നതല്ലേ നല്ലത്. അമ്മൂനെ പിന്നെ അവരാ പടി ഏറ്റു. സ്വാതിയും ഈ സത്യം അറിയേണ്ടതല്ലേ? മോള് പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ ഇതൊരാഘോഷാക്കേണ്ട കാര്യമല്ല. നമ്മൾ കരുതുന്നതിന്റെ വിപരീത ഫലം ചിലപ്പോ ഉണ്ടായെന്ന് വരും. അമ്മൂനെ ചെറുക്കാൻ ചിലപ്പോ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ശ്രീദേവി സ്വന്തം മകളായിട്ട് അമ്മൂനെ സ്നേഹിക്കുന്നത്. മോളുടെ മമ്മി പോലും മംഗലശ്ശേരിയെ തകർക്കാൻ കഴിയുന്ന ഒരു അസ്ത്രമായിട്ടും എടുത്ത് പ്രയോഗിക്കാത്തത് അതുകൊണ്ടാ. വീണ്ടും വിചാരമില്ലാതെ മോൾ അങ്ങനെ ഒരു സാഹസത്തിന് പോകരുത്. ഇല്ല ആന്റി, എനിക്കതിപ്പോ നല്ലതിനല്ലെന്ന് മനസ്സിലായി. വിവാഹം ഒന്ന് കഴിയട്ടെ, പിന്നെ മോക്കിത് നന്നായിട്ടെടുത്ത് പ്രയോഗിക്കാം. സ്വാതി ജീവിതത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സഞ്ജുവിനായിരിക്കും.
ഞാനത് ചെയ്യും. പിന്നീട് സ്വാതി എന്ന പേര് പോലും സഞ്ജുവിന്റെ മനസ്സിലുണ്ടാവില്ല. നിറദീപമേ ഭാഗ്യദേവതേ കൂരിരുൾ മൺപാതയിൽ നീറി നിന്നു പിരിയാതെ നെഞ്ചോരം ചേരാനാണേ കൊതിയാലേ ഈ ജന്മം കാക്കുന്നേ. എന്റെ സ്വാതിയുടെ എത്ര കോളുകൾ ഇതിൽ വരാറുള്ളത്. ഇപ്പോ കിളി ഒഴിഞ്ഞ കൂട് പോലെയായി ഈ ഫോൺ. മോനെ, മോനെ, അമ്മയുടെ ഒരു ആഗ്രഹം സാധിച്ചു തരൂ. ഇനി ഞാനായിട്ട് സാധിച്ചു തരാൻ എന്താഗ്രഹം അമ്മയ്ക്കുള്ളത്? ഞാനത് പറഞ്ഞ് നിനക്കത് സാധിച്ചു തരാൻ പറ്റുമോ? പക്ഷേ എനിക്കത് പറയാതിരിക്കാനും കഴിയുന്നില്ല. എന്റെ മോൻ പെരിയുണ്ണാവരത്തെ ക്ഷേത്രം വരെ ഒന്ന് പോകാവോ? ഒരു വർഷം മുൻപ് ചെയ്ത പൂജയുടെ അവസാന കർമ്മം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടി ചെയ്യണമെന്ന് ശാസ്ത്രികൾ പറയുകയുണ്ടായി. പൂജകൾ കൊണ്ട് ഇനി അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയ മോനെ. ദോഷങ്ങളൊക്കെ അകന്നു പോകണം. നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയല്ലേ അവിടെ പോയി പൂജകൾ തുടങ്ങി വെച്ചത്? പെരുവണ്ണാപുരത്ത് ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച എനിക്ക് അമ്മ പറഞ്ഞതൊക്കെ കിട്ടുമെങ്കിൽ പോകാൻ തയ്യാറമ്മ. ഞാൻ അമ്മ വിശ്വസിക്കുന്ന ദേവിയല്ലേ അത്? ആ ദേവിയുടെ ഉറപ്പിലല്ലേ സ്വാതി എഴുന്നേറ്റ് നടക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാമേ. സ്വാതിയുടെ മനസ്സൊന്നും മാറാൻ, സ്വാതി എന്റേതാവാൻ ദൈവം ഉണ്ടെന്ന് നിങ്ങളൊക്കെ പറയുന്ന ഏത് കോവിലിൽ പോയി തൊഴാനും ഞാൻ തയ്യാറാ. ഞാൻ പോയേക്കാം. ഇത്രയും കാലം വരെ അമ്മയ്ക്ക് വേണ്ടി പല ദൈവങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു. ഇനി ഞാൻ എനിക്ക് വേണ്ടി പോവാ. എന്റെ
എന്റെ മോൻ പറഞ്ഞിട്ട് പോയത് അച്ഛൻ കേട്ടില്ല. എങ്ങനെ എന്റെ മോന് സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവുന്ന? ഈ ജന്മം മുഴുവൻ ഒരുക്കി തീരാനുള്ള ഒരു വിധിയല്ല അവന്റെ അമ്മ അവന് സമ്മാനിച്ചിരിക്കുന്നത്. അതും അവന്റെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റിന് പകരം അവന്റെ ജന്മം തന്നെ ബലി കൊടുത്തതിന് തുല്യമായില്ലേ? കർമ്മപാപം എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ അച്ഛ? മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സഞ്ജുവും ശ്രീകുട്ടിയും ഒന്നിച്ച് ജീവിക്കാനാണ്. അവന്റെ സന്തോഷം അതാണെങ്കിൽ മറ്റൊന്നടിച്ചേൽപ്പിക്കാൻ പാടില്ല തന്നെ. പക്ഷേ എന്റെയും നിന്റെയും ആഗ്രഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല മോളെ. ദൈവത്തിന്റെ വിധി എന്തോ അതിനൊപ്പം ചലിക്കുന്ന പാപകളായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഒരിക്കലും ദക്ഷയുടെ മോളെ സ്വീകരിക്കണമെന്ന് അച്ഛൻ പറയില്ലെന്ന് എനിക്കറിയാം. സ്നേഹിച്ച പെണ്ണിനെ കൈവിട്ട നീ എന്റെ മോനല്ലെന്ന് അച്ഛൻ പറയും. എന്നെ ഇവിടെ എല്ലാരും ബന്ധിച്ചു നിർത്തിയിരിക്കുന്നതേ കുടുംബത്തിന്റെ പേര് പറഞ്ഞ. അമ്മു, എന്താ ചേച്ചി? എനിക്കെന്തിനാ അമ്മു ഇങ്ങനൊരു വിധി ദൈവം തന്നത്? എന്റെ ചേച്ചി, ഇതൊരു പരീക്ഷണമായിട്ട് കണ്ടാ മതി. എന്ത് പറഞ്ഞാലും എനിക്ക് പരീക്ഷണത്തെ പറ്റി പറയാനേ ഉള്ളൂ. എന്റെ ഏറ്റവും വലിയ വേദന എന്റെ ഈ അവസ്ഥയൊന്നുമല്ല, എന്റെ അച്ഛനെ അമ്മയെ ഓർത്ത. അച്ഛൻ ചിരിക്കുന്ന കാണുമ്പോ കരയുന്ന അച്ഛന്റെ മുഖം എന്റെ മനസ്സിൽ. എന്റെ മുന്നില് അച്ഛനൊന്ന് കരഞ്ഞെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആരും കാണാതെ അച്ഛൻ കരയുന്നുണ്ടാവുമല്ലേ അമ്മു? പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. വലിയൊരു കമ്പനിയുടെ CEO ആവാനായിരുന്നു എന്റെ സ്വപ്നം. സഞ്ജു എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്റെ സ്വപ്നങ്ങളെല്ലാം സഞ്ജുവിന്റെ പിന്നാലെ പോയി. സഞ്ജുവിന് വേണ്ടി എല്ലാം ഒഴിവാക്കാൻ ഞാൻ തയ്യാറായി. സഞ്ജു മാത്രമായിരുന്നു എനിക്കെല്ലാം. സ്വാതി, നിനക്ക് വേണ്ടി, നീ എന്റേതാവാൻ വേണ്ടി ഈ കുടുംബം തന്നെ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചവനാ ഞാൻ. എനിക്കെങ്ങനെ നിന്നെ മറന്ന് എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയും? ഇപ്പൊ സഞ്ജുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. ഞാൻ സ്വയം ഒഴിവായി പോണം. ഒരുപാട്
ദൂരത്തേക്ക്. നീ എന്താ സ്വാതി എന്നെ മനസ്സിലാക്കാത്തത്? എന്തുറപ്പില്ല നീ എന്നെ ഉപേക്ഷിച്ചു പോയത്? സ്വാതി, നീ എന്നെ മരണത്തിലേക്ക് തള്ളി വിടുന്ന അതാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സഞ്ജനയ്ക്കൊപ്പം സഞ്ജു ഈ മംഗലശ്ശേരി വീടിന്റെ പടി കയറില്ല. എന്റെ അമ്മ മറ്റൊരു പെണ്ണിന് നിലവിളക്ക് കൊടുത്ത് മംഗലശ്ശേരിയിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇത് ഞാൻ എടുക്കുന്ന ശബ്ദമാണ്.